ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒറ്റക്കക്ഷി ഭൂരിപക്ഷം നേടിയ സാഹചര്യത്തിലാണ് ബീഹാർ കേന്ദ്രീകരിച്ച് മതേതര സംഘടനകളുടെ രാഷ്ട്രീയ പുനരേകീകരണ നീക്കങ്ങൾ സജീവമാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുപിയിലും ബീഹാറിലും മതേതര സംഘടനകൾക്ക് ലഭിച്ച വോട്ട് ഒന്നിച്ചെടുത്താൽ ബിജെപി ബഹുദൂരം പിന്നിലായിരുന്നു. ഈ പിഴവ് ആവർത്തിക്കാതിരിക്കാനാണ് ലാലു ആഹ്വാനം ചെയ്തത്. പാറ്റ്നയിൽ നടന്ന RJD-JDU സംയുക്ത റാലി ഇരു സംഘടനകളുടെയും 30 വർഷത്തിന് ശേഷമുള്ള കൂടിച്ചേരലായിരുന്നു. മായാവതിയുമായി ഒന്നിക്കണമെന്ന ലാലുവിന്റെ ആഹ്വാനം മുലായം ഏറ്റുപിടിച്ച സാഹചര്യത്തിൽ യുപിയിലും പുതിയ മുന്നണി സാധ്യതകൾ സജീവമാവുകയാണ്. മുസഫർ നഗർ കലാപത്തിന് ശേഷം ദളിത് മുസ്ലിം കൂട്ടുകെട്ട് പൂർണ്ണമായും തകർന്ന യുപിയിൽ മായാവതിക്ക് ഒറ്റയ്ക്കൊരു തിരിച്ചുവരവ് ഇനി എളുപ്പമല്ല. ഒരു സീറ്റ് പോലും ലോക്സഭയിൽ ഇത്തവണ BSPക്ക് നേടാനായിട്ടില്ല. കടുത്ത രാഷ്ട്രീയ വൈരികളായ CPM-ഉം തൃണമൂൽ കോൺഗ്രസും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയും സമാനമായ നീക്കമാണെന്ന റിപ്പോർട്ടുണ്ട്. കൊൽക്കത്തയിൽ നടന്ന ഈ ചർച്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലെന്ന് ഇരുപക്ഷവും വിശദീകരിക്കുന്നുണ്ടെങ്കിലും ബംഗാളിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച മുമ്പുണ്ടായിട്ടില്ല. മതേതര സംഘടനകൾ വിഘടിച്ചു നിന്നാൽ ആസന്നമായ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം രാജ്യസഭയും BJP കൈയടക്കുമെന്ന ഭയമാണ് ഇപ്പോഴത്തെ ഏകീകരണ നീക്കങ്ങൾക്കു പിന്നിൽ. റഷീദുദ്ദീൻ, മീഡിയ 1, ന്യൂഡൽഹി.